ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരുവിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക, മുഖക്കുരു വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് പറയുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ. ഏത് ചർമ്മക്കാർക്കും ഉപയോഗിക്കാം, ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പെരുംജീരകമാണ്. അപ്പോൾ ജീരകത്തിന് നമ്മുടെ മുഖക്കുരുവിനെ തടയാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീരകവെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ജീരകം വെള്ളം ചേർത്ത് അരച്ചിട്ട് അത് അതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ മുഖക്കുരുവിനെ അകറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് സ്കിൻ ബ്രൈറ്റനിങ്ങിനും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന സിങ്കാണ് മുഖക്കുരുവിനെയൊക്കെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീരകം എടുത്തിട്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുഖക്കുരുവിനെ പ്രതിരോധിക്കാനുള്ള പല ക്രീമുകളുടെയും ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ജീരകവെള്ളം. അത്രയും ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്രീമൊന്നും വാങ്ങിച്ച് കാശ് കളയണ്ട. നമുക്കിങ്ങനെ നമുക്കൊരു നല്ലൊരു റെമഡി തയ്യാറാക്കി എടുക്കാം. നമ്മൾ 2 ടീസ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഓട്സ് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓട്സ് നല്ലൊരു ക്ലെൻസറാണ്, നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഓട്സ് നല്ലതാണ് കേട്ടോ. അതുപോലെ സ്കിൻ ബ്രൈറ്റ്നെസ്സിന്, അതേപോലെ സൺ ടാൻ മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജീരകവെള്ളം ചേർത്തിട്ട്, ചൂടുള്ള ജീരകവെള്ളം തന്നെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓട്സ് കുതിർന്ന് നല്ല കറക്റ്റ് ഒരു ക്രീം പരുവത്തിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ചൂടിൻ്റെ പ്രശ്നങ്ങൾ മൂലം ചൂടുകുരു, അതേപോലെ തന്നെ ചൊറിച്ചിൽ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാവരും നേരിടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചൂടുകുരു ഉള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയൊരു പാക്ക് കൂടിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് ജീരകവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഫേസിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ സൺ ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കയ്യിലും കാലിലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ടാനൊക്കെ വരുന്നത്. അവിടെ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നെക്കിൽ ഡാർക്ക്നെസ്സിന് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഈ ഒരു ലേപനം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുഖക്കുരുവിനെ നിശേഷം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചൂടുകുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്ന വഴി വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ചൂടിൻ്റെ പ്രശ്നങ്ങൾ മൂലം ചൂടുകുരു, അതേപോലെ തന്നെ ചൊറിച്ചിൽ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാവരും നേരിടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചൂടുകുരു ഉള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയൊരു പാക്ക് കൂടിയാണ്. 14 വയസ്സ് മുതൽ 40കളിൽ വരെ ഈ മുഖക്കുരു ആളുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എണ്ണമയം കൂടുതലുള്ള ചർമ്മക്കാരിലാണ് ഈ ഒരു മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പീരീഡ്സിൻ്റെ വ്യത്യാസം മൂലം ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ ഇങ്ങനെ വരാം. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു കെയർ മുഖക്കുരു ഉള്ളവർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹായ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.